നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ക്ഷേത്രവിശേഷങ്ങൾ 22/6/2025 ഞായർ. ഈ ശുഭദിനത്തിൽ പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിന്റെ ചരിത്ര പ്രാധാന്യം നിറഞ്ഞ ഇല്ലം പുതുക്കി പണിതുകൊണ്ട് അറയും നിലയും പത്താഴത്തിന്റെയും താക്കോൽ ക്ഷേത്രം മേൽശാന്തി മിഥുൻ നമ്പൂതിരിപ്പാട് നാഗരാജാവിന്റെ പക്കൽ നിന്നും പൂജിച്ച ശേഷം പുതുക്കുളം ഇല്ലം ശ്രീനാഥന് കൈമാറി. വളരെ അപൂർവങ്ങളിൽ അപൂർവമായി തന്നെ നാഗക്ഷേത്രങ്ങളുടെ ഐതിഹ്യം തന്നെ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ യഥാർത്ഥ നിലനിൽപ്പിന്റെയും ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന വിശ്വാസത്തിന്റെയും യഥാർത്ഥ രീതികളാണ് പൗരാണികമായിട്ടുള്ള നാഗക്ഷേത്രങ്ങളിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ തന്നെ കേരളത്തിന്റെ പ്രധാനമായ പുതുക്കുളം നാഗരാജ ക്ഷേത്രം പരമ്പരാഗതമായിട്ടുള്ള നാഗക്ഷേത്ര സങ്കല്പങ്ങൾ പുതുക്കുളം ഇല്ലം വിഷ്ണുലോകം പ്രാപിച്ച വിഷ്ണു നമ്പൂതിരി അവർകളുടെയും മകൻ ശ്രീനാഥിന് പകർന്നു നൽകിയ വിശ്വാസ ചൈതന്യത്തിന്റെ തിളക്കമാർന്ന ഈ നാടിന്റെ ഐശ്വര്യപൂർണമായി നിലനിൽക്കുന്ന പുതുക്കുളം നാഗരാജ ക്ഷേത്രവും അതിനോട് സമീപത്തുള്ള ഏതാണ്ട് 200-ൽ പരം വർഷം പഴക്കമുള്ള ഈ ഇല്ലം അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തത്വശാസ്ത്ര രീതികൾക്കൊരു മാറ്റം വരുത്താതെ ഭക്തജനങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ഏറെ സാങ്കല്പികമായ രീതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് പണി പൂർത്തീകരിച്ചുകൊണ്ട് ഇതിന്റെ താക്കോൽ തച്ചൻ ശ്രീകാന്തിന് നൽകിയത്. ഞായറാഴ്ച 12-നും 1 മണിക്കും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഇല്ലത്തിന്റെ പൂജാരീതികളും അതിന്റെ താക്കോൽ ദാനവും നടന്നത്. എത്ര പവിത്രമായ രീതിയിൽ പെട്ടെന്നാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചതെന്ന് തച്ചൻ നമ്മളോട് വിശദീകരിക്കുന്നു. തൊഴിൽ തന്നെ താമസിക്കുന്നത് അതിനടുത്ത പ്രദേശത്താണ് ഞാൻ. കെട്ടിടം പണിയുമായിട്ട് ഇവിടെ വന്നതാണ്. ഇത് പണിയാനൊരു ഭാഗ്യം എനിക്കുണ്ടായി. ശാസ്ത്രപ്രകാരം തന്നെയാണ് പണിതിരിക്കുന്നത്. ഒറ്റ തടിയിലാണ് എൻ്റെ കഴുക്കോലും ഉത്തരവും എല്ലാം. അത്രയും വലിയ തടിയാണ് എടുത്ത് പണിതത്. അതിനുള്ള ഭാഗ്യം കിട്ടി. ഇതിൻ്റെ കൂടെയുള്ള ആളാണ് ജയ്മോൻ. ഞാൻ പെയിൻറ്റിങ് പണിയാണ്. ഒത്തിരി ഭാഗ്യമുണ്ട് ഇതിനകത്ത് പണിയാൻ. ഇങ്ങനെ ഒരു കെട്ടിടം ഇതിനു മുമ്പ് പെയിന്റ് അടിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് പെയിന്റ്. എന്ത് അനുഭവം ഇതുപോലെയുള്ള ഒരു മഹാ അത്ഭുത സിദ്ധിയായ ഒരു കെട്ടിടം പണിതപ്പം ഉണ്ടാവുന്നത്? നമുക്ക് ആ ചരിത്രം ഇത് അങ്ങ് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ഇതുപോലൊരു ഇല്ലത്ത് പണിയാൻ പറ്റിയത് തന്നെ നമുക്ക് ഭാഗ്യമാണ്. 3 വർഷമാണ് ഇതിന്റെ കാലാവധി കൊടുത്തിരുന്നത്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കാരണം കൂടെ? അത് ശ്രീനാഥ് സാർ, ഇതിൻ്റെ ആള് ശ്രീനാഥ് ഉടമസ്ഥൻ ശ്രീനാഥ് സാറാണ് എൻ്റെ മുന്നിട്ട് നിന്ന് ഇറങ്ങി ഞങ്ങളെ ഫുൾ സപ്പോർട്ട് തന്ന ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോട്ടെ എന്നും പറഞ്ഞ് എല്ലാം സഹായിച്ചത് ശ്രീനാഥ് സാറാണ്. അതിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതാണ്. പക്ഷേ 3 വർഷമൊന്നും എടുത്തില്ല, 1 വർഷത്തെ താഴെ ഭാഗ്യം കൊണ്ട് എടുത്തുള്ളൂ. നമ്മളത് ദൈവപ്രശ്നം പോലെ അല്ലെങ്കിൽ പോലും ദേവഹിതം നോക്കി തന്നെ അനുവാദം വാങ്ങി പണികൾ തുടങ്ങി. അത് കാരണം അകത്ത് നാഗരാജാവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. പണികൾ മുഴുവൻ തീർന്നു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കൂടി രാശി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള രാശിയാണ് കിട്ടിയത്. അപ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള രാശിയാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഏറ്റവും തൃപ്തിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം അത് നമ്മൾ ഇന്ന് ഈ ദിവസം സമർപ്പിക്കാൻ പോവുകയാണ്, ഭഗവാന് സമർപ്പിക്കാൻ പോവുകയാണ്. ഈ പുതുക്കുളം ഇല്ലം ഏതാണ്ട് 200 വർഷത്തോളം പഴക്കമുള്ള ഇല്ലത്തിൽ നാഗരാജാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ദേവപ്രശ്നത്തിൽ ഒന്നുകൂടി തെളിഞ്ഞപ്പോൾ അത് വളരെയേറെ പരിശുദ്ധതയോടുകൂടി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ എങ്ങനെ പരിപാലിക്കുന്നുവോ അതുപോലെ തന്നെ പരിപാലിച്ച് അശുദ്ധികളൊന്നും വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്ഷേത്രം ഉടമസ്ഥൻ തന്നെ അതിന് മുൻകൈ എടുക്കുകയും ശ്രീനാഥ് ഒരു പ്രതിജ്ഞ എടുത്തു. 3 വർഷത്തിനകം ഇത് പണി പൂർത്തീകരിച്ച് ഭഗവാന് സമർപ്പിക്കാം എന്ന്. കാരണഭൂതരായിട്ടുള്ള നിരവധി ആളുകൾ, ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥൻ കൂടിയായ നമ്മുടെ ശ്രീനാഥ് കുട്ടൻ, നമുക്കറിയാം ഈ ക്ഷേത്രത്തിന് വേണ്ടി നിരന്തരം ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മാന്യദേഹമാണ്. നമ്മുടെ ഒപ്പം നമ്മളിൽ ഒരാളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ വിഷ്ണു നമ്പൂതിരിയെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്.
ഇതിൻ്റെ പണി വളരെ ഭംഗിയായി നടത്തി തന്ന ഇതിൻ്റെ പണി നടത്തിയിട്ടുള്ള ഷിബു, അവരുടെ സുഹൃത്തുക്കളെ ഒക്കെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, എങ്ങനെ പോകുന്നു എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഈ നാട്ടിലെ ഭക്തജനങ്ങൾ സകലവിധ പിന്തുണയോടും കൂടിയാണ് ഈ ക്ഷേത്രകാര്യങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്നതും സഹകരിക്കുന്നതും. നവമം സിദ്ധിദാ പ്രോക്താ നവദുർഗാ പ്രകീർത്തിതാ ഉക്യാന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മനാ അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമധ്യേ ഗതോരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാസ്താ ശരണം ഗതാ ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹി യൈസ്തു ഭക്ത്യാ സ്മൃതാ നൂനം തേഷാമൃദ്ധി പ്രജായതേ പ്രേതസംസ്ഥാതു ചാമുണ്ഡാ വാരാഹി മഹിഷാസന ഐന്ദ്രീ ഗജസമാരൂഢ വൈഷ്ണവീ ഗരുഡാസന മാഹേശ്വരീ വൃഷാരൂഢ കൗമാരീ ശിഖിവാഹന ബ്രാഹ്മീ ഹംസസമാരൂഢ സർവാഭരണഭൂഷിത നാനാഭരണശോഭാഢ്യ നാനാരത്നോപശോഭിത ദൃശ്യന്തേ രഥമാരൂഢ ദേവ്യക്രോധസമാതുല ശംഖം ചക്രം ഗദാം ശക്തിം ഫലം ച മുസലായുധം ഖേടകം തോമരം ചൈവ പരശും പാശമേവ ച കുന്ദായുധം ത്രിശൂലം ച പാണ്ഡായുധമനുത്തമം ദൈത്യാനാം ദേഹനാശായ ഭക്താനാമഭയായ ച ധാരയന്ത്യായുധാനിധം ദേഹാനാം ച ഹിതായ വൈ മഹാബലി മഹോത്സാഹേരീരിചാക്ഷമം നവമം സിദ്ധിദാ പ്രോക്താ നവദുർഗാ പ്രകീർത്തിതാ ഉക്യാന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മനാ അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമധ്യേ ഗതോരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാസ്താ ശരണം ഗതാ ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹി യൈസ്തു ഭക്ത്യാ സ്മൃതാ നൂനം തേഷാമൃദ്ധി പ്രജായതേ പ്രേതസംസ്ഥാതു ചാമുണ്ഡാ വാരാഹി മഹിഷാസന ഐന്ദ്രീ ഗജസമാരൂഢ നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് കെ വിജയൻ.